മാധ്യമങ്ങൾ നിഷ്പക്ഷമാകണം, സ്വതന്ത്രമാകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആകാൻ പറ്റില്ല. ഇപ്പം NDTV എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉദാഹരണമുണ്ട്. ഞാൻ അതിന്റെ CBI കോടതി കൊടുത്തൊരു ക്ലോഷർ റിപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ NDTV പ്രണവ് റോയ് എന്നുള്ളൊരു വ്യക്തിയുമായിട്ട് തുലനം ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ടെലിവിഷന്റെ ഒരു വസന്ത കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു സംരംഭമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. 2017 പ്രണവ് റോയ്ക്കെതിരെ CBI കേസെടുത്തു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന പറയാം. എന്തായിരുന്നു? ICIC ബാങ്കിൽ നിന്ന് എടുത്ത തുക മിസ്അപ്രോപ്രിയേഷൻ നടത്തി, വക മാറ്റി ചെലവഴിച്ചു. ഇതാണ് CBIയുടെ കേസ്. വലിഞ്ഞു മുറുക്കി റെയ്ഡുകൾ, മറ്റ് ബാങ്കിൽ നിന്ന് പണം സ്വരൂപിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിച്ചു. ഇന്ത്യയിലെ ടെലിവിഷന്റെ ഏറ്റവും സർഗാത്മക മുഖമെന്ന് പറയുന്ന പ്രണവ് റോയിയെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും വിമാനം കയറാൻ മുമ്പേ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിച്ചു കൊണ്ടുപോയി. നോക്കുക, വിമാനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവരെ തടഞ്ഞ് പുറത്തേക്ക് വലിച്ചിറക്കി. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ മുഖത്ത്. പിന്നീട് ഇതേ CBI ഡൽഹി കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് പറഞ്ഞു, ഒന്നുമില്ല ഇതിൻ്റെ അകത്തുനിന്ന്. 7 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ആ കേസ് മടക്കി കിട്ടി. പക്ഷെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ NDTV എന്ന് പറയുന്ന സംരംഭം ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ അദാനിയുടെ കയ്യിലേക്ക് പോയി. എങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമ മേഖല കോർപ്പറേറ്റുകളിലൂടെ നേരിട്ടും അന്വേഷണ ഏജൻസികളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള നടപടികളിലൂടെ പരോക്ഷമായും നിയന്ത്രിക്കപ്പെടുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത്.